അടുക്കളപ്പണിക്ക് വേറൊരാളെ കുറിച്ച് ചിന്തിക്കേ വേണ്ട, അത് ഞാൻ ഏറ്റു. ഓ, വലിയ കാര്യം പറയുന്ന പോലെ. അല്ലെങ്കിൽ അതൊക്കെ ഞാൻ അമ്മയെ കൊണ്ട് തന്നെ ചെയ്യിക്കാനാ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ വെറും മേൽനോട്ട് മാത്രല്ലേ. ഇടയ്ക്ക് വരിക, ഉപ്പ് നോക്കുക, ശരിയായില്ല എന്ന് അമ്മയെ കുറ്റം പറയാ. അത്രയ്ക്കേ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കേട്ടല്ലോ ഏട്ടാ, ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും. പിന്നെ അടുക്കളയിൽ കയറിയ എന്താ സ്ഥിതി? എന്നെ കൊണ്ട് ഒരു സാധനം തൊടിക്കില്ല. എല്ലാം ഇവർക്ക് തന്നെ ചെയ്യണം. അമ്മേ, അടുക്കളയ്ക്കെടുത്ത ആളുണ്ട്. അത് പഠിപ്പിക്കേണ്ട സമയത്ത് അമ്മ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാ എവിടെ പോയാലും പാചകത്തിന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയില്ലാതെ അമ്മയുടെ മോളിങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്. മനസ്സിലായോ? അല്ല മോളെ, ഈ പാട്ട് പഠിപ്പിക്കലും ഭക്ഷണം ഉണ്ടാക്കലുമായിട്ട് ജോലി ഒരുപാടില്ലേ? ആദ്യം കുറച്ച് ദിവസമൊക്കെ രസമായിരിക്കും, അത് കഴിഞ്ഞാ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ? അത് കഴിഞ്ഞ ആർക്കാ ബുദ്ധിമുട്ടാവുന്നേ? കയ്യിൽ കാശുള്ളവർക്ക്, ജീവിക്കാൻ നല്ല അവസ്ഥയുള്ളവർക്ക്. നമുക്ക് പിന്നെ ഈ രണ്ടും ഇല്ലാത്തത് കൊണ്ട് ഇത് പ്രശ്നമാവുകയില്ല. അച്ഛൻ പേടിക്കണ്ട. എല്ലാം ഉള്ള കാലത്ത് വരുൺ എന്നെ നോക്കിയിരുന്നു, രാജകുമാരിയെ പോലെ. അപ്പോ വരുണിന്റെ കയ്യിലൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മള് വരുണിനെ രാജകുമാരനെ പോലെ നോക്കണം. അങ്ങനെയല്ലേ കടം വീട്ടേണ്ടത്? അത് വേണ്ടത് തന്നെയാ. അത്രേ ഉള്ളൂ. നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ. എന്നിട്ട് പിന്നെ എല്ലാം ഓക്കെ ആവുമ്പോ ഇതൊരു ചക്രം പോലെ ഉരുണ്ടങ്ങനെ അങ്ങ് പോയിക്കോളും. എന്നിട്ട് ആ ചക്രത്തിന്റെ മേലെ ഇരുന്ന് അച്ഛന്റെ മോൾ അടിവെച്ച് ഒരു പോക്കുണ്ട് മുകളിലോട്ട്. എന്റെ ദൈവമേ, ഈ മനക്കോട്ട കാണുമ്പോഴാ പേടിയാവുന്നത്. എന്റെ അമ്മേ, ഇതിനെയല്ല മനക്കോട്ടെന്ന് പറയുന്നത്. വായിക്കൊള്ളാത്ത ആഗ്രഹങ്ങളൊക്കെ പറയുന്നതിനെയാ, അല്ലേ അച്ഛാ? ഇതിനെ അമ്മ മനക്കോട്ടെന്നല്ല, മനക്കുടിൽ എന്നൊക്കെ പറഞ്ഞു ഒതുക്കിയ നന്നായിരുന്നു. അത് കൊള്ളാം മോളെ, മനക്കുടിൽ. ഇതുവരെ വരാത്തൊരു സംഭവം. അല്ല, എപ്പോഴാ കടയിൽ പോകുന്നത്? വരണം കൂടി വരട്ടെ അച്ഛാ, എന്നിട്ട് പോ. വരുണിനെ കൂട്ടി കടയിൽ പോവാനോ? അയ്യോ, മരുമോനെ ഞാൻ പുറത്തിറക്കുന്നില്ല. ഞാൻ എന്റെ പാവപ്പെട്ട അച്ഛനുമായിട്ട് പോയിക്കോളാം, പോരെ? വേഗം ആവട്ടെ കൽപ്പനെ. ഇതെപ്പോ തീരും ചെറിയമേ? ഉറുശി, ഞാൻ ഇറങ്ങട്ടെ. ഒന്ന് നിക്ക് ചന്ദ്രേട്ടാ, കാറ് കഴുകുന്നത് കണ്ടില്ലേ? ഇതെന്തിനാ ഇപ്പൊ കഴുകുന്നത്? കഴുകുന്നതേ ആരൊക്കെയാണെന്ന് നോക്ക്. കണിമംഗലം പരമേശ്വരന്റെ മൂത്ത മകൻ, നമ്മളോട് സംസാരിക്കാൻ നാവ് ഉയർത്തുന്നവൻ, നമ്മുടെ കാറ് കഴുകുന്നത് കാണാൻ ഒരു സുഖല്ലേ? എന്താ പതിവില്ലാതെ സൂര്യ ഒരു ജോലി ചെയ്യുമ്പോ കൽപ്പന സഹായിക്കാൻ പോയത്? അവള് സഹായിക്കാൻ പോയതൊന്നുമല്ല, അവളെ ഞാനാ അങ്ങോട്ട് വിട്ടത്. ചന്ദ്രേട്ടൻ കണിമംഗലം പിടിച്ചടക്കിയപ്പോഴേ അവിടെ അവൾക്ക് എന്താ സ്ഥാനമെന്ന് ചോദിച്ച് എന്റെ പുറകെ നടക്കുവാ. അതിപ്പോ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ ചന്ദ്രേട്ടാ? അവളും മറ്റുള്ളവരെ പോലെ വേലക്കാരിയാണെന്ന്. അതെ, ചെറിയമ്മയുടെ കൂടെ നടന്നിട്ട് ഇപ്പൊ എന്തായി? എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ജോലി തന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ? ഇപ്പോഴെങ്കിലും മനസ്സിലായോ അവരുടെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം? ഓ, അതാലോചിച്ച് നിൽക്കായിരുന്നോ? ചെറിയമ്മയുടെ ചെറിയച്ഛന്റെ മനസ്സില് എന്റെ സ്ഥാനം എന്താന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അതിനിപ്പോ സൂര്യയുടെ സഹായം എനിക്ക് ആവശ്യമില്ല. പിന്നെ ഒരത്യാവശ്യമായതുകൊണ്ട് ഞാൻ സഹായിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ സൂര്യക്കുള്ള ട്രീറ്റ്മെന്റ് കൽപ്പനയ്ക്ക് ഉണ്ടാവില്ല. കൽപ്പനെ കഴിഞ്ഞില്ല ഇതുവരെ? ആ, എന്ത് ചെയ്ത് നിൽക്ക അവിടെ? എന്താ കഴിഞ്ഞ ചെറിയമേ? സൂര്യ വേഗം ആയിക്കോട്ടെ. അതെ, ചെറിയമ്മയുടെ സ്നേഹം കൂടി വരുന്നുണ്ട്. താമസിയാതെ തനി നിറം കാണാം. അതെ,
ഇവിടെ 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 ആ. പിന്നെ ഞാനിതൊക്കെ സന്തോഷമായിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാ 100% ആണ്. എനിക്കൊന്നുമില്ലായിരുന്ന സമയത്ത്, ഞാനൊരു അനാഥ പെൺകുട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന സമയത്ത് എന്നെ ചേർത്ത് പിടിച്ച് അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, തന്റെ സ്നേഹം മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പറഞ്ഞൊരാളാ എന്റെ കെട്ടിയോ. എന്നിട്ട് വരുണൊരു വീഴ്ച വരുമ്പോ ഞാൻ മുഖം തിരിച്ച് നടക്കുക. എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞങ്ങ് ഒപ്പിക്കും അല്ലേ? ഒപ്പിക്കാനല്ല, അല്ലെങ്കിൽ എന്റെ പൊന്നുമോൻ പെട്ടെന്ന് അങ്ങോട്ട് വീണുപോയില്ലേ. എന്താ? അല്ല, അതെ, കണിമംഗലത്തുനിന്ന് ചെറിയച്ഛൻ എന്നെ പുറത്താക്കിയപ്പോ കൂടെ താനില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഉത്തരം കിട്ടിയോ? കിട്ടി. ഒരു വലിയ വട്ട പൂജയായിരിക്കും. മിക്കവാറും ഏതെങ്കിലും തെരുവിൽ ഭ്രാന്ത് പിടിച്ച് ആരോടെങ്കിലും കയ്യും കാലും ഒക്കെ കാണിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയൊന്നും വരില്ല. വരനെ പോലെ മനസാന്നിധ്യമുള്ള ഒരാൾക്ക് അത് സംഭവിക്കോ? അതെ, ഭ്രാന്തനങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും വരാം. എങ്കിലേ ഇവിടെ വരണ്ട. ഇതേ നല്ല മനസ്സോടെ എനിക്ക് കാണാനുള്ള, എനിക്ക് കൊണ്ടു നടക്കാനുള്ള എന്റെ ഭർത്താവ്. ഇനി ഒരു വിഷമത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല. അതെ, താങ്ക് യു. തളർന്നു പോകുമ്പോ തന്റെ ഒരു വാക്ക് മതി എന്നെ ഹാപ്പിയാക്കാൻ.